DK ടെക് ആറാം തരം ഹിന്ദി പരീക്ഷാ സഹായി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്, നോക്കാം. गर्मियों में मोर बादलों को पुकारता है. बादलों के बरसने पर मोर खुशी से नाचता है. मोर लाल मिर्चियाँ खाता है. बच्चे मोर के पंखों को पसंद करते हैं. ഈ ഒരു ടെക്സ്റ്റ് തന്നിട്ട്, ഈ ഒരു കുറച്ച് ഭാഗം തന്നിട്ട് താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിന് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സ് ഉണ്ട്, വികല്പമുണ്ട്. ഇതിന് അനുയോജ്യമായ ഒരു ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നോക്കാം. കോൻ ബാദലോं को पुकारता है. ആരാണ് മേഘത്തെ വിളിക്കുന്നത്? ഇവിടെ നോക്കിയാൽ ഗർമിയോ മേ മോർ ബാദലോं को पुकारता है. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. ഗർമി വേനൽക്കാലത്ത് മോർ ബാദലോं को മേഘങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ കോൻ ബാദലോं को पुकारता है. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പാഠഭാഗം ഈ ടെക്സ്റ്റ് നന്നായി വായിക്കണം. തന്ന ഭാഗം വായിക്കുക. അതിലുള്ള വാക്ക് മോർ. ഇവിടെ മോർ, മയിൽ. അപ്പോൾ മയിൽ എന്നാണ് എടുത്തെഴുതേണ്ടത്. ഇതിങ്ങനെ ഈ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്, മോർ എന്ന് എഴുതുക. ഇനി അടുത്ത ചോദ്യം, മോർ ഖുഷി സേ ക്യാ കർത്താ ഹൈ. സന്തോഷം കൊണ്ട്, സന്തോഷത്താൽ എന്താണ് ചെയ്യുന്നത്? സന്തോഷം കൊണ്ട് മോർ ഇവിടെ നാച്ചിത്താ ഹൈ എന്നുണ്ട് അല്ലേ, നൃത്തം ചെയ്യുന്നു. മോർ ഖുഷി സേ ക്യാ കർത്താ ഹൈ, നാച്ചിത്താ ഹൈ. ഇവിടെ നോക്ക്, ബാദലോं के बरसने पर मोर खुशी से नाचता है. ഇതാ മോർ ഖുഷി സേ നാച്ചता है. മോർ ഖുഷി സേ ക്യാ കർത്താ ഹൈ, നാച്ചता है. അടുത്ത ചോദ്യം നോക്കാം. മോർ കബ് ബാദലോं को पुकारता है. എപ്പോഴാണ് മേഘങ്ങളെ വിളിക്കുന്നത്? മേഘത്തെ എപ്പോഴാണ് വിളിക്കുന്നത്? നോക്കിയാൽ ഗർമിയോ മേ മോർ ബാദലോं को पुकारता है. അപ്പോൾ ഇവിടെ നോക്കാം, സീസൺ കൊടുത്തിട്ടുണ്ട്, ഋതുക്കൾ കൊടുത്തിട്ടുണ്ട്. മോർ കബ് ബാദലോं को पुकारता है. സർദിയോ മേ, ഗർമിയോ മേ, വർഷാവോ മേ, ബസന്തോ മേ, വസന്തോ മേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഗർമിയോ മേ, ഒന്നാമത്തെ വാക്യം തന്നെ നോക്കൂ. ഗർമിയോ മേ മോർ ബാദലോं को पुकारता है. ഗർമിയോ മേ. അടുത്ത ചോദ്യം നോക്കാം. യഹാ മിർച്ചി കാ രംഗ് ക്യാ ബതായാ ഗയാ ഹൈ. ഇവിടെ മുളകിൻ്റെ നിറം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? മുളകിൻ്റെ നിറം പീല, നീല, കാല, ലാൽ. അപ്പം നോക്ക്, മോർ ലാൽ മിർച്ചിയാ ഖാത്താ ഹൈ. ചുവന്ന മുളകുകൾ അല്ലേ. നോക്കിയാൽ അപ്പോൾ ഇവിടെ ലാൽ എഴുതണം. ഇവിടെ ലാലിന് കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്, ലാൽ ചുവപ്പ്. അപ്പോൾ ഈ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ ഒരു മോഡൽ കൂടി നോക്കാം. നോക്കിയേ, चंदन वन में सभी जानवर मिलजुल कर रहते थे. वन में नदी के पास एक स्कूल था. सभी बच्चे वहां पढ़ने जाते थे. स्कूल का टीचर जंबो हाथी था. स्कूल के सभी बच्चे होशियार थे. इन ചോദ്യം, जानवर कहाँ रहते थे? जानवर മൃഗങ്ങൾ എവിടെയാണ് വസിച്ചിരുന്നത്, താമസിച്ചിരുന്നത്? ഇവിടെ നോക്ക്, ചന്ദൻ വന്മേ. ചന്ദൻ വന്മേ, ഈ ചന്ദന വനത്തിലാണ്, ചന്ദൻ വൻ എന്ന പേരുള്ള ഈ വനത്തിലാണ് എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് വസിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സുന്ദർ വനുണ്ട്, നന്ദൻ വനുണ്ട്, അശോക വനുണ്ട്, ചന്ദൻ വൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദൻ വന്മേ. ഇനി സ്കൂൾ കഹാന്ത. സ്കൂൾ കഹാന്ത, ഇവിടെ ഈ പാരഗ്രാഫ് കുറച്ച് വിട്ടു പോയിട്ടുണ്ട്. ഇവിടെ നദി കെ പാസ്, നദിയുടെ അടുത്താണ്, നദീ തീരത്താണ്, നദിക്കടുത്താണ് എന്ത് സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്കൂൾ കഹാന്ത നദി കെ പാസ്, നദി കെ പാസ് എന്ന് ഉത്തരം എഴുതണം. ഇനി സ്കൂൾ കാ ടീച്ചർ കോൺ ഥാ. സ്കൂളിലെ ടീച്ചർ ആരായിരുന്നു? സ്കൂൾ കാ ടീച്ചർ കോൺ ഥാ. സ്കൂൾ കാ ടീച്ചർ ജംബോ ഹാത്തി ഥാ. ഇവിടെ തന്നെ ഇടാം, സ്കൂൾ കാ ടീച്ചർ ജംബോ ഹാത്തി ദ. അപ്പോൾ ഇതാ ജംബോ ഹാത്തി, ഇവിടെ ഇതാ ഓപ്ഷൻ ജംബോ ഹാത്തി എന്നുണ്ട്.
സ്കൂൾ കെ ബച്ചെ കേസ് ചെയ്ത് സ്കൂളിലെ കുട്ടികൾ എങ്ങനെയുള്ള കുട്ടികളായിരുന്നു എല്ലാവരും. ഇവിടെ ബലവാൻ എന്ന് കൊടുത്തിട്ട് മൂർഖ എന്ന് കൊടുത്ത് ആലസ്യം എന്നുണ്ട് ഹോഷിയാന്ന്. ഇത് ഏത് വാക്കാണ് നമുക്ക് ഇവിടെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ. സ്കൂൾ കെ സബി ബച്ചെ ഹോഷിയാർ സമർത്ഥരായിരുന്നു, നല്ല മിടുക്കന്മാരായിരുന്നു. സ്കൂൾ കെ സബി ബച്ചെ ഹോഷിയാർ ധേ. അപ്പോൾ ഇവിടെ ഹോഷിയാർ എന്ന് എഴുതാൻ. ഇനി ഇവിടെ സഹി പ്രസ്താവ ചുൻകർ ലിഖൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശരിയായ പ്രസ്താവന എഴുതണം. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് ലഭിക്കും. നോക്കിയേ. സബി ജാൻവർ ചന്ദൻ വൻ മേ മിൽജുൽ കർ രഹത്തെ थे. എല്ലാ മൃഗങ്ങളും ചന്ദൻവൻ എന്ന പേരുള്ള ചന്ദനവനത്തിൽ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത്. സബി ജാൻവർ ചന്ദൻ വൻ മേ മിൽജുൽ കർ രഹത്തെ थे. ഇങ്ങനെ വേണം എഴുതാൻ. മീഠ സന്തര. ഇത് ഓർമ്മക്കുറിപ്പാണ്, സംസ്മരണാണ്. യായാവർ എഴുതിയ സംസ്മരൺ. മീഠ വിശേഷണ സന്തര ഓറഞ്ചാണ്. മീഠ സന്തര. ഇനി ഇതിൽ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാണ്, ശരിയായ വാക്യം ഏതാണ്? പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ലേഖക് ഷിലോങ് ഗയ. ലേഖകൻ എന്താണ്? കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഷിലോങ്ങിൽ പോയി. ഷിലോങ് ഗയ ശരിയാണ്, സഹി ശരി. ഗുംട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ. നമുക്കറിയാം, നമ്മൾ ഇവിടുത്തെ പല കടകളും പൊളിച്ചിട്ട് പുതിയ വലിയ മാളികകൾ പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് ആക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ ഗുംട്ടി പെട്ടിക്കട, ഈ ചെറിയ കട എന്താണ്? അത് സൂപ്പർ മാർക്കറ്റ് ആയി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്, അത് സൂപ്പർ മാർക്കറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. നോക്കാം. അത് സഹിയല്ല, ഗലത്ത് അല്ലെങ്കിൽ ശരിയല്ല. അത് ആ പ്രസ്താവന ശരിയല്ല, ശരിയായ പ്രസ്താവനയല്ല. ഇനി അടുത്ത വാക്യം. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലड़की भी बैठी थी. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലड़की भी बैठी थी. ആ യുവതിയുടെ അടുത്ത് അവളുടെ ചെറിയ പെൺകുട്ടിയും അവളുടെ ചെറിയ മകളും ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ശരിയാണോ നോക്കാം. അത് ശരിയാണ്, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ലേഖകൻ കാണുന്നുണ്ട്. ലേഖകോ ബൂഢി കാക്കി യാദായി. ലേഖകൻ എന്താണ്? ആ പ്രായമായ വൃദ്ധയായ ആ കച്ചവടക്കാരി ഓർമ്മ വന്നു അല്ലേ, ഓർത്തു. ശരിയാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്. ഗുംട്ടിമേ വൃദ്ധ നസറായി. എൻ്റെ ആ പെട്ടിക്കടയിൽ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്? ആ വൃദ്ധയെ കണ്ടു എന്നാണ് പറയുന്നത്, കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ശരിയാ നോക്കാം. അത് തെറ്റാണ്, അവിടെ കണ്ടിട്ടില്ല. അവിടെ കണ്ടത് എന്താണ്? ആ യുവതിയെയും അവരുടെ കൊച്ചുമകളെയുമാണ് കണ്ടത്. അപ്പോൾ ഗുംട്ടിമേ വൃദ്ധ നസറായി അത് തെറ്റാണ്. ഗുംട്ടിമേ യുവതി അക്കേലി ബൈഠി थी. ഇനി എന്താണ്? ആ പെട്ടിക്കടയിൽ, ആ ചെറിയ കടയിൽ യുവതി അക്കേലി തനിച്ചൊറ്റയ്ക്ക് ഇരുന്നിരുന്നു എന്നാണ് ചോദിക്കുന്നത്, തന്നിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഗുംട്ടിമേ യുവതി അക്കേലി ബൈഠി थी. തനിച്ച് ഇരുന്നിരുന്നു. അത് തെറ്റാണ്. അടുത്തത് നോക്കിയേ. ലിഖേ കിസ്നെ കഹാ. യുവതി ലേഖ. ഈ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ആര് പറഞ്ഞതാണെന്നാണ് ആരാണ് പറഞ്ഞത് എന്ന് നോക്കാം. സന്തര മീഠാ ഹെ. സന്തര മീഠാ ഹെ. അത് യുവതിയാണോ ലേഖകനാണോ? ഓറഞ്ച് മധുരമുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. ഓറഞ്ച് മധുരമുള്ളതാണോ? അത് നോക്കാം. അത് ലേഖകനാണ് ചോദിക്കുന്നത്. ലേഖകൻ ചോദിക്കുന്നു സന്തര മീഠാ ഹെ. അപ്പോൾ അടുത്ത സെൻസ് ഉണ്ടോ? ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹീ ഹോഗാ. ഒരു നാഴി പഞ്ചസാര അല്ലെ, ഒരു നിശ്ചിത ഒരു കാൽഭാഗം പഞ്ചസാരയിൽ ഒരു നാഴി പഞ്ചസാരയെ കൊണ്ട് കൂടുതൽ മധുരം ഉണ്ടാകില്ല എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാകില്ലല്ലോ എന്നാണ് പറയുന്നത്. അതാരാണ് ചോദിച്ചത് നോക്കാം. അതും ലേഖകൻ തന്നെയാണ് ചോദിക്കുന്നത്. അടുത്തത്. മീഠാ ഹേ തോ ക്യോ നഹി മീഠാ ഹോഗ. മധുരമുള്ളത് എങ്ങനെ മധുരമില്ലാത്തതാകും? മധുരമുള്ളത് എങ്ങനെ എന്തുകൊണ്ട് മധുരമില്ലാത്തത് ആകും? മധുരമുള്ളത് എങ്ങനെ മധുരമില്ലാത്തതാകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? അത് യുവതിയാണ് ചോദിക്കുന്നത്. അടുത്തത്. കിത്തനി ചീനി ഡാലി. എത്ര പഞ്ചസാര ഇട്ടു എന്നാണ് ചോദിക്കുന്നത്. കിത്തനി ചീനി ഡാലി. എത്ര പഞ്ചസാര ചേർത്തു അല്ലെ ഇട്ടു എന്നാണ് ചോദിക്കുന്നത്. അതാരാ പറഞ്ഞത്?
അത് ലേഖാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏക പൗവ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ലേഖിക യുവതിയാണ് പറഞ്ഞിരിക്കുന്നത്. യുവതി ഏക പൗവ, ഒരു നാഴി. ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. അപ്പോൾ ആരാണ് പറഞ്ഞത്? ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. അപ്പോൾ തീർച്ചയായും എന്താണ്? നല്ല മധുരം ഉണ്ടാകും. തബ് തോ ജറൂർ മീഠാ ഹോഗ. അപ്പോൾ തീർച്ചയായും മധുരമുണ്ടാകുമെന്ന് ആ ലേഖകൻ പറയുന്നു. അടുത്ത നോക്കിയാൽ ദോ പൗവ എന്നാരാ പറഞ്ഞിരിക്കുന്നത്? നോക്കിയാൽ 2 നാഴി എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? യുവതി. ഹാ ബോത് മീഠാ ഹോഗ. എന്താണ്? നല്ല മധുരം. ബോത് മീഠാ ഹെ, നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. ഹാ ബോത് മീഠാ ഹെ, നല്ല മധുരമുണ്ട് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? യുവതി പറഞ്ഞിരിക്കുന്നു. അതോടെയും അവർ വാക്യ ലിഖി. ഈ കോളങ്ങളിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. उगने के लिए मिट्टी और बूंद चाहिए. गिरने के लिए हवा और धूप चाहिए. पकने के लिए थोड़ी सी आग चाहिए. उड़ने के लिए पंख और आसमान चाहिए. जीने के लिए जमीन चाहिए. उगने के लिए मिट्टी और बूंद चाहिए. घिलने के लिए हवा और धूप चाहिए. पकने के लिए थोड़ी सी आग चाहिए. उड़ने के लिए पंख और आसमान चाहिए. जीने के लिए जमीन चाहिए. नमूने देखें, ऐसे जोड़े गोले से ढूंढ कर लिखें. ഈ മാതൃക നോക്കിയിട്ട് ധോടി മിട്ടി ഖുല ആസ്മാൻ, ഇതുപോലെ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന വിശേഷണ പദങ്ങൾ അനുയോജ്യമായത് ഇവിടെ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ബഡാ പേട്, ലാൽ ഗുലാബ്, ഠണ്ട പാനി, ഹരാ തോത്ത, ഊഞ്ച മക്കാൻ. मीठा संतरा, उबले शकरकंद, पुराना सवाल, छोटी लड़की, 2 उंगलियां. छोटी सी गुमटी, बूढ़ी महिला. मीठा संतरा, बूढ़ी कांग, उबले शकरकंद, नियमित ग्राहक, पुराना सवाल, छोटी लड़की, 2 उंगलियां. कहानी चले सारिगा ഠാക്കൂർ. ചലേ കഹാനിയാണ്, കഥയാണ്. അത് എഴുതിയത് സാരിക ഠാക്കൂർ. ലിഖേ ചിത്ര ക്യാ കഹ് രഹാ ഹൈ. ചിത്രവിവരണം എഴുതാം നമുക്ക്. टुकू अम्मा को साइकिल पर बिठाकर जाता है. टुकു അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് പോകുന്നു. നോക്കൂ. स्कूल के सामने अम्मा और टुकु स्कूटर पर बैठे हैं. स्कूल के सामने अम्मा और टुकു സ്കൂട്ടർ पर बैठे हैं. സ്കൂളിന് മുമ്പിൽ അമ്മയും ടുക്കും സ്കൂട്ടറിൽ ഇരിക്കുന്നു അല്ലേ. ടുക്കു സൈക്കിളിൽ ഇരിക്കുന്നു, കൂട്ടുകാർ ചുറ്റുമുണ്ടല്ലേ. टुकु के चारों ओर उसके दोस्त खड़े हैं. साइकिल पर बैठे
टुकू को अम्मा टाटा देती है. സൈക്കിളിലിരിക്കുന്ന ടുക്കുവിന് അമ്മ ടാറ്റ പറയുന്നു, ടാറ്റ നൽകുന്നു. സ്കൂട്ടർ पर बैठी अम्मा को टुकू टिफिन बॉक्स देता है. സ്കൂട്ടറിലിരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു ടിഫിൻ ബോക്സ് നൽകുന്നു. ശരിയായ പ്രസ്താവന നോക്കൂ. ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടല്ലേ, വണ്ടി സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. സഹി, ഇത് ശരിയാണ്. ബൈക്ക് ചലാത്തെ സമയം യാ സ്കൂട്ടർ ചലാത്തെ സമയം ഹെൽമെറ്റ് പെഹനെ. നമുക്കറിയാം ഒരു ബൈക്കിൽ 2 പേർക്കാണ് യാത്ര ചെയ്യേണ്ടത്, അനുവദനീയം. एक बाइक में 2 ही सवार हों. गाड़ी चलाते समय मोबाइल का इस्तेमाल न करें. വണ്ടി ഓടിക്കുന്ന സമയത്ത് നാം മൊബൈൽ ഉപയോഗിക്കരുത്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്, അത് ശരിയല്ല. കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് പെഹനെ. ഇത് അയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, ഇത് ശരിയായില്ല. അപ്പോൾ ഇത് ശരിയാണ്. നാം കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. ചലയം എന്ന കഥയിലെ ഒരു 6 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ വാക്യങ്ങൾ, ഈ സെൻറ്റൻസ് ക്രമത്തിൽ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മാനെ സപ്ന ദേഖാ वो टुकू को स्कूटी पर बिठाई स्कूल छोड़ने जा रही है. അങ്ങനെയാണ് ആദ്യം തന്നിരിക്കുന്നത്. അമ്മാനെ टुकू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. अम्मा की कोहनी और घुटने चल गए. अम्मा और टुकू एक दूसरे के गले में बाहें डालकर सो गए. साइकिल टुकू दोनों गिर पड़े. सुबह टुकू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. അപ്പോൾ ഇതാദ്യം നമുക്കറിയാം, എന്ത് ചെയ്യുന്നു, സൈക്കിളും സ്കൂട്ടിയും വാങ്ങിക്കുകയാണ് അവർ ചെയ്യുന്നത്. അമ്മാനെ ടുക്കുക്കല്, ടുക്കുവിന് സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി തനിക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങിച്ചു. അപ്പോൾ നമുക്കറിയാം സ്കൂട്ടിയല്ല സൈക്കിളും വാങ്ങിച്ച് നമുക്ക് നാം രാവിലെ തന്നെ ചിലപ്പോൾ അതെടുത്ത് യാത്ര പുറപ്പെടല്ലേ, അല്ലെങ്കിൽ ഓടിക്കാൻ ശ്രമിക്കും. സുബ ടുക്കുനെ അപ്പനെ സൈക്കിൾ നിക്കാലി और അമ്മാനെ അപ്പനെ സ്കൂട്ടി. അങ്ങനെ എന്ത് ചെയ്തു, സുബ ടുക്കുനെ രാവിലെ टुकू തൻ്റെ സൈക്കിളും और അമ്മാനെ അപ്പനെ സ്കൂട്ടി നിക്കാലി, അമ്മ തൻ്റെ സ്കൂട്ടിയും എടുത്ത് ഇറങ്ങി അല്ലെ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ സൈക്കിൾ ടുക്കു ദോനോ കിർപ്പടെ, സൈക്കിളും ടുക്കും രണ്ടും വീണു എന്നാണ് പറയുന്നത്. രണ്ടും വീണു. പിന്നെന്താ പറയുന്നത്, അമ്മാക്കി കൊഹനി ഓർ ഗുഡ്നെ ചിൽഗെ, അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഇളകിപ്പോയി. അമ്മ ഓർ ടുക്കു, അമ്മ ഓർ ടുക്കു അമ്മയും ടുക്കും ഏക് ദൂസരേക്ക് പരസ്പരം ഗലേമേ ബാഹേ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്. അമ്മാനെ സപ്ന ദേഖാം, എന്താ കണ്ടത്, टुकू को स्कूटी पर बिठाए, टुकुവിനെ സ്കൂട്ടിയിൽ ഇരുത്തി സ്കൂൾ ചോടനെ ജാ രഹി ഹെ, സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിക്കൊണ്ടിരിക്കുന്നതായി അമ്മാനെ സ്വപ്ന ദേഖാം, അമ്മ സ്വപ്നം കണ്ടു. അപ്പോൾ ഇത് ഞാൻ നമ്പർ ക്രമത്തിൽ കാണിക്കാം, അതുപോലെ എഴുതരുത്, നിങ്ങൾ വാക്യ രൂപത്തിൽ തന്നെ എഴുതണം, താഴെ എഴുതണം. ഇതാ ഇങ്ങനെയാണ് ഇത് ക്രമത്തിൽ വരിക. അത് നന്നായി വായിക്കണം. अम्मा ने टुकू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. सुबह टुकू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. साइकिल टुकू दोनों गिर पड़े. अम्मा की कोहनी और घुटने छिल गए. अम्मा और टुकू एक दूसरे के गले में बाहें डालकर सो गए. अम्मा ने सपना देखा वो टुकू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. ആശയം തന്നിട്ട് വരികൾ എഴുതാൻ ചോദിച്ചാൽ, जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह खुला अवसर मिलना चाहिए. ഈ ആശയം തന്നിട്ട് വരികൾ ചോദിച്ചാൽ, मिले सबको पंख
और उड़ने के लिए खुला एक आसमान എന്ന് എഴുതണം. जीने के लिए ज़मीन मिलना ज़्यादा ज़रूरी है. ഈ ആശയം തന്നിട്ട് വരികൾ ചോദിച്ചാൽ उससे भी ज़्यादा ज़रूरी कि मिले सबको जीने के लिए ज़मीन എന്ന് എഴുതണം. जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह खुला अवसर मिलना चाहिए. मिले सबको पंख और उड़ने के लिए खुला एक आसमान. जीने के लिए सबको ज़मीन मिलना ज़्यादा ज़रूरी है. उससे भी ज़्यादा ज़रूरी है कि मिले सबको जीने के लिए ज़मीन എന്ന് എഴുതണം. हमें जीने के लिए क्या क्या चाहिए? പദസൂര്യ की मदद से സഹായതാ से टिप्पणी लिखें. പദസൂര്യൻ്റെ സഹായത്താൽ ടിപ്പണി എഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ടത് ആദ്യം ഹെഡിങ് എഴുതണം. जीने के लिए मानव को जीने के लिए प्रकृति की ज़रूरत है. खेती करने के लिए मिट्टी, हवा और वर्षा भी चाहिए. ज़मीन पर पौधा उगने के लिए पानी और धूप चाहिए. ഇങ്ങനെയാണ് എഴുതേണ്ടത്. इच्छु और विनय कहानी कथा एഴുതിയത് ശശി സബ്ലോഗ്. इच्छु और विनय സമാനാർത്ഥ പദങ്ങൾ നോക്കാം. ആസ്മാൻ ആകാശ്, ജൽ പാനി, पेड़ वृक्ष, हवा पवन, सुबह सवेरे. आसमान आकाश, जल पानी, पेड़ वृक्ष, हवा पवन, सुबह सवेरे. मैं चींटी बनना चाहती हूँ. मैं गन्ना बन जाता हूँ. मुझको पानी में मजे से पड़े रहना अच्छा लगता है. हम बहुत सारी चींटियाँ आएगी. ഇത് ആരൊക്കെ പറയുന്നതാണെന്ന് നോക്കാം. ആരുടെയൊക്കെ സെൻറ്റൻസ് ആണെന്ന് നോക്കാം. ആരാണ് ഈ പറയുന്നത് നമുക്ക് നോക്കാം. इच्छु मैं गन्ना बन जाता हूँ. ഞാൻ കരിമ്പാകുമെന്ന് ഇച്ചു പറയുന്നു. മുജ്കോ പാനി മേ മസേ സേ പടേ രഹ്ന അച്ഛാ ലഗ്താ ഹൈ. എനിക്ക് വെള്ളത്തിൽ സന്തോഷത്തോടെ കിടക്കാനാണ് ഇഷ്ടമെന്നാണ് ഇച്ചു പറയുന്നത്. ബിനി ഞാൻ പറയുന്നത് നോക്കൂ. മാം ചീണ്ടി ബന്ന ചാഹത്തി ഹൂം. ഞാൻ ഉറുമ്പാവാൻ ആഗ്രഹിക്കുന്നു. മാം ചീണ്ടി ബന്ന ചാഹത്തി ഹൂം. ഹം ബഹുത് സാരി ചീണ്ടിയാം ആയെങ്കി. ഹം ബഹുത് സാരി ചിടിയാം ആയെങ്കി. ഞങ്ങൾ എല്ലാ ഉറുമ്പുകളും വരും എന്നാണ് ബിനിയ പറയുന്നത്. അർത്ഥം നോക്കാം. ഗന്ന കരിമ്പ്, ചീണ്ടി ഉറുമ്പ്, ബാംസ് എരുമ, സുവർ പന്നി, ചിടിയ പക്ഷി, പൗധ ചെടി. പേടുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ നോക്കാം. पेड़ प्रकृति का वरदान है. पेड़ जीवन का आधार है. पेड़ सबका आश्रय है. നമുക്കറിയാം പേട് പ്രകൃതിയുടെ വരദാനമാണെന്നും പേട് മരങ്ങൾ വൃക്ഷങ്ങൾ എന്താണ് ജീവൻ്റെ അടിസ്ഥാനമാണെന്നും പേട് എല്ലാവരുടെയും ആശ്രയമാണ് പേടെന്നും നമുക്ക് അറിയാം. മേ ഹോം പ്രയോഗം നോക്കാം. ഇവിടെ ചിടിയ പറയുന്നു, പക്ഷി പറയാണ്. मैं चिड़िया हूँ. मैं आसमान में उड़ता हूँ. मैं पेड़ों पर बैठती हूँ.
ചിടിയ സ്ത്രീലിംഗം ആണ്. അപ്പോൾ ഇവിടെ മേ ആസ്മാൻ മേ ഉഡ്തി ഹൂം എന്ന് എഴുതണം. മേ ആസ്മാൻ മേ ഉഡ്തി ഹൂം എന്നാണ് ശരിക്കും വായിക്കേണ്ടത്. ടൈപ്പിംഗ് ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ക്ഷമിക്കാം. മേ പേടോ പർ ബൈഠത്തി ഹൂം. पेड़, मैं पेड़ हूँ, मैं आपको फल देता हूँ. मैं आपको फल देता हूँ, मैं सबको छाया देता हूँ. छाया माने തണൽ. ഏകതാമേ ബൽ ഹെ. ഈ പോസ്റ്റർ വരാൻ സാധ്യത കൂടുതലാണ്. നന്നായി വായിക്കണം, പഠിക്കണം. ഏകതാമേ ബൽ ഹെ. ഏകതാമേ സഫലത ഹെ. ഏകത ഹർ മുഷ്കിൽ കോ आसान बना देते हैं. एकता असंभव को संभव बना देते हैं. ഹിന്ദി പാഠഭാഗം നന്നായി വായിക്കണം. ഇത് കേവലം ഒരു ചെറിയ ടിപ്സ് മാത്രമാണ്. പരീക്ഷാ സഹായി ചെറിയ ലളിതമായൊരു വിവരണം മാത്രമാണ്. നന്നായി ടെക്സ്റ്റ് വായിക്കണം. ഏവർക്കും നന്ദി, നമസ്കാരം.